സയൻസ് അക്കാദമിയുടെ ഓൺലൈൻ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഒരു പുതിയൊരു ടോപ്പിക്കാണ്, ലോഗരിതമിക് ഫംഗ്ഷൻ എന്ന് പറയും. അപ്പോൾ എന്താണ് ഈ ലോഗരിതമിക് ഫംഗ്ഷൻ എന്ന് പഠിക്കുന്നതിന് മുൻപ് ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയാം. നമ്മൾ ഓൾറെഡി +1 എന്ത് പഠിച്ചിട്ടുണ്ട്? ലിമിറ്റ്സ് ആൻഡ് ഡെറിവേറ്റീവ് പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ലിമിറ്റ്സ് ആൻഡ് ഡെറിവേറ്റീവിൽ ഫസ്റ്റ് പ്രിൻസിപ്പിൾ കഴിയുമ്പോൾ നമ്മൾ പ്രൊഡക്റ്റ് റൂൾ പഠിപ്പിച്ചതാണ്. ആ പ്രൊഡക്റ്റ് റൂൾ വീണ്ടും നമ്മുടെ കഴിഞ്ഞ ക്ലാസ്സുകളിൽ മിസ് എക്സ്പ്ലെയിൻ ചെയ്ത് തന്നതുമാണ്. അതിനുശേഷം +2 വരുമ്പോൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് ശരിക്കും ചെയിൻ റൂളിലാണ്, അത് കോമ്പോസിറ്റ് ഫംഗ്ഷൻ. അപ്പോൾ ഈ കോമ്പോസിറ്റ് ഫംഗ്ഷൻ കഴിഞ്ഞ രണ്ട് ക്ലാസ്സുകളോളം നിങ്ങൾക്ക് കിട്ടിയതുമാണ്. അപ്പോൾ അതിൽ നിങ്ങൾ വ്യക്തമായിട്ട് പഠിച്ചിട്ടുണ്ടാവണം എന്താണ് കോമ്പോസിറ്റ് ഫംഗ്ഷൻ. അപ്പോൾ ഇനി തുടർന്ന് നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ ഇംപ്ലിസിറ്റ് ഫംഗ്ഷൻ നമ്മൾ പഠിച്ചു, അതിനുശേഷം നമ്മൾ ലോഗരിതമിലേക്ക് വരാണ്. അപ്പോൾ ഇനി നമ്മൾ തുടർന്ന് പോകുമ്പോൾ നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് പഴയ പല ടോപ്പിക്കുകൾ നമ്മൾ എന്ത് ചെയ്യും? ഇൻഫ്ലുവൻസ് ചെയ്യും. അതായത് ഓൾറെഡി നമ്മൾ കോമ്പോസിറ്റ് ഫംഗ്ഷൻ പഠിച്ചു കഴിഞ്ഞു എന്നുള്ള രീതിയിലായിരിക്കും എന്ത് ലോഗരിതമിക് ഫംഗ്ഷനിൽ കോമ്പോസിറ്റ് ഫംഗ്ഷൻ വരാം. അപ്പോൾ ലോഗരിതമിക് പഠിക്കുന്നതിൻ്റെ കൂടെ നമുക്ക് എന്തിൻ്റെയും കൂടി ഇൻഫ്ലുവൻസ് ഉണ്ട്? കോമ്പോസിറ്റ് ഫംഗ്ഷൻ വരാം, പ്രൊഡക്റ്റ് റൂൾ വരാം, കോഷ്യന്റ് റൂൾ വരാം, അങ്ങനെ പലതും കയറി വരാം. അപ്പോൾ ഇനി നമുക്ക് ലോഗരിതമിക് ഫംഗ്ഷനിലേക്ക് എന്ത് ചെയ്യാം? കടക്കാം. അപ്പം എന്താണ് ലോഗരിതമിക് ഫംഗ്ഷൻ? വളരെ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ നമ്മൾ പഠിക്കുന്ന വേരിയബിൾ ഉണ്ടല്ലോ, അതായത് സൈൻ എക്സ്, കോസ് എക്സ്, ശരിക്കും നമ്മൾ എന്താ എങ്ങനെയൊക്കെ പറയാം? സൈൻ സ്ക്വയർ എക്സ് എന്ന് പറയാം, എക്സ് സ്ക്വയർ എന്ന് പറയാം, എക്സ് ക്യൂബ് എന്ന് പറയാം, x⁻10, സൈൻ ക്യൂബ് എക്സ്, tan⁴x അല്ലേ? അപ്പോൾ ഇവിടെയൊക്കെ പവറിൽ ആരാ വന്നിരുന്നത്? നമ്പർ ആയിരുന്നു വന്നിരുന്നത്, അതായത് ഒരു കോൺസ്റ്റന്റ് ആണ് വന്നിരുന്നത് അല്ലേ? അപ്പോൾ നമ്മൾ ലോഗരിതമിക് ഫംഗ്ഷനിലേക്ക് വരുമ്പോൾ പറയാൻ വളരെ സിമ്പിളാണ്. പവറിൽ എന്ത് വരുന്നു? വേരിയബിൾ ഉള്ള ഫംഗ്ഷൻ വരുന്നു. സിമ്പിളി അനദർ ഫംഗ്ഷൻ. ഓക്കെ, ഫോർ എക്സാമ്പിൾ നിങ്ങൾക്ക് കാണാൻ പറ്റും x⁻x, അതായത് എക്സിന്റെ പവറിൽ നമ്മൾ ഇതുവരെ പഠിച്ചിരുന്നത് എക്സ് സ്ക്വയർ, എക്സ് ക്യൂബ്, x⁻100 ഇങ്ങനെയൊക്കെ പഠിച്ചാണ്. ഇപ്പോ എക്സിന്റെ പവറിൽ ആര് വന്നു? എക്സ് തന്നെ വരാണ്, അനദർ വേരിയബിൾ അല്ലേ? ഇനി നോക്കി നോക്കി അടുത്തത് log x⁻x, അതായത് log x എന്ന് പറഞ്ഞ ഫംഗ്ഷന്റെ പവറിൽ വീണ്ടും എന്ത് വരുന്നു? വേരിയബിൾ വരാണ് അല്ലേ? അപ്പോ ഇനി എന്താണ്? സൈൻ x⁻x, നമ്മൾ സൈൻ എക്സ് എന്ന് പഠിച്ചിട്ടുണ്ട്, സൈൻ സ്ക്വയർ എക്സ് എന്ന് പഠിച്ചിട്ടുണ്ട് അല്ലേ? അപ്പോ ഓൾറെഡി ഒരു ഫംഗ്ഷന്റെ വേരിയബിളിന്റെ പവറിൽ എന്ത് വരുന്നു? വീണ്ടും ഒരു വേരിയബിൾ വരാം. അപ്പൊ ഈ വേരിയബിൾ ആയിട്ട് നമ്മൾ ഡിഫറൻഷ്യബിലിറ്റിയിൽ പ്രധാനമായിട്ടും പഠിക്കുന്നത് എക്സ്, വൈ, തീറ്റ, ടി, യു, വി, ഇതാണ് മാക്സിമം നമുക്ക് വരാവുന്ന വേരിയബിളുകൾ. അത് കഴിഞ്ഞാൽ ബാക്കി എല്ലാത്തിനും നമ്മൾ കോൺസ്റ്റന്റ് ആയിട്ടേ കാണുള്ളൂ. നമ്മൾ +2 ബേസിലാട്ടോ പറയുന്നത്. ഒന്നും കൂടി പറയാണ്, എക്സ്, വൈ, യു, വി, ടി ആൻഡ് തീറ്റ, ഇതൊഴിച്ച് ബാക്കിയെല്ലാം കോൺസ്റ്റന്റ് ആണ്. ഇവർ മാത്രമേ വേരിയബിൾ ആയിട്ട് വരുള്ളൂ. അങ്ങനെയുള്ള ചോദ്യങ്ങളെ നമ്മളോട് ചോദിക്കാറുള്ളൂ പരമാവധി. അപ്പോ ഇപ്പൊ നമ്മൾ ഈ കാണുന്നതല്ല, നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് ലോഗരിതമിക്കിലെ ടൈപ്പ് 1 ക്വസ്റ്റ്യൻ ആണ്. ടൈപ്പ് 1 എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിൾ ആയ ക്വസ്റ്റ്യൻസ് ആണ്. എല്ലാത്തിനും ഒരേ പ്രൊസീജിയർ ആണ്. പവറിൽ ആര് വരും? വേരിയബിൾ വരും. എക്സ് ആവാം, വൈ ആവാം. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് ഫുള്ളി പവറിൽ എക്സ് വരുന്നത്, ഒരു ഫംഗ്ഷന്റെ പവറിൽ എന്ത് വരുന്നു? എക്സ് വരുന്ന ക്വസ്റ്റ്യൻസ് ആയിരിക്കും. എക്സ് ഉള്ള ഒരു ഫംഗ്ഷൻ വരുന്നതായിരിക്കും നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്ന ക്വസ്റ്റ്യൻസ്. ഓക്കെ, അപ്പോൾ എന്താണ് ലോഗരിതമിക് ഫംഗ്ഷൻ എന്ന് കണ്ടാൽ മനസ്സിലാക്കാനുള്ള ഏറ്റവും എളുപ്പമാണ് f(g), g(t) എന്നൊന്നും പറഞ്ഞിട്ട് നിങ്ങളെ കുഴപ്പിക്കുന്നില്ല. വളരെ സിമ്പിളായിട്ട് പറയാണ്. എന്താ പറഞ്ഞേ? പവറിൽ ആര് വരാം? മറ്റൊരു വേരിയബിൾ ഉള്ള ഒരു ഫംഗ്ഷൻ വരാം. അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയാ? ലോഗരിതമിക് ഫംഗ്ഷൻ എന്ന് പറയാം അല്ലേ? അപ്പോ ഇനി ലോഗരിതമിക് ഫംഗ്ഷന്റെ ക്വസ്റ്റ്യൻസ് ചെയ്യുന്നതിന് മുൻപ് നമുക്ക് കുറച്ച് പ്രോപ്പർട്ടീസ് നോക്കാം ലോഗിന്റെ. ഓക്കെ, അപ്പോൾ അതിൽ ഒന്നാമത്തെ പ്രോപ്പർട്ടി ആണെന്ത്? log a⁻b, അതായത് ലോഗ് കാണാൻ നിങ്ങൾക്ക് log a⁻b
ദാറ്റ് ഈസ് ഈക്വൽ ടു ബി ഇൻറ്റു ലോഗ് എന്ന് എഴുതാൻ പറ്റും. ഫോർ എക്സാമ്പിൾ ഒന്ന് ചിന്തിച്ചു നോക്കാം. ലോഗ് സൈൻ എക്സ് റേസ് ടു കോസ് എക്സ് എന്ന് വരാണ്. ലോഗ് എ റേസ് ടു ബി, ലോഗ് സൈൻ എക്സ് റേസ് ടു കോസ് എക്സ് എന്തെന്ന് എഴുതാം? എ ആരാ? സൈൻ എക്സ് ആ. ബി ആരാ? കോസ് എക്സ് ആ. അപ്പോ പ്രോപ്പർട്ടി എന്താ? ബി ഇൻറ്റു ലോഗ് എ. അപ്പോ ബിയുടെ സ്ഥാനത്തേക്ക് ആര് വരുന്നു? കോസ് എക്സ് വരും ഇൻറ്റു ലോഗ് എ. എ ആരാ? സൈൻ എക്സ്. ഇതാണ് ഒന്നാമത്തെ പ്രോപ്പർട്ടി. ഇതില്ലാതെ നമുക്ക് ലോഗരിതമിക്കിന്റെ ക്വസ്റ്റ്യൻ ഒന്നും ചെയ്യാൻ പറ്റില്ല. അടുത്തതാണ് എന്ത്? ലോഗ് എ ഇൻറ്റു ബി. ലോഗ് എ ഇൻറ്റു ബി എന്ന് പറഞ്ഞാൽ എന്താ? ലോഗ് എ പ്ലസ് ലോഗ് ബി. മറ്റൊരു പ്രോപ്പർട്ടിയാണ്. ഓക്കെ, ഇപ്പൊ പറയുകയാണെങ്കിൽ ലോഗ് സൈൻ എക്സ് ഇൻറ്റു കോസ് എക്സ് എന്ന് വരാണ്. നമുക്ക് എന്തെന്ന് എഴുതാം? അതിനെ സ്പ്ലിറ്റ് ചെയ്ത് എഴുതാം. ലോഗ് സൈൻ എക്സ് പ്ലസ് ലോഗ് കോസ് എക്സ് എന്ന് എഴുതാം. കാരണം ലോഗ് എ ബി എന്താ? ലോഗ് എ പ്ലസ് ലോഗ് ബി. ഇനി നമ്മൾ ലാസ്റ്റത്തെ ഒരു പ്രോപ്പർട്ടി, അത്ര ആവശ്യം ഇവിടെ വരാൻ സാധ്യതയില്ല എങ്കിലും പ്രോപ്പർട്ടീസ് പറയുമ്പോൾ പറയണതാണ് ലോഗ് എ ബൈ ബി. ഈ ലോഗ് എ ബൈ ബി എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ലോഗ് എ മൈനസ് ലോഗ് ബി. അതായത് ഫോർ എക്സാമ്പിൾ ലോഗ് സൈൻ എക്സ് ഡിവൈഡഡ് ബൈ കോസ് എക്സ് എന്തെന്ന് എഴുതാൻ പറ്റും? ലോഗ് സൈൻ എക്സ് മൈനസ് ലോഗ് കോസ് എക്സ്. അപ്പോ പ്രോപ്പർട്ടീസും നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇനി നമ്മൾ പ്രോബ്ലത്തിലേക്കാണ് പോകുന്നത്. ഫസ്റ്റത്തെ ഒരു ക്വസ്റ്റ്യൻ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ അതിന് കൂട്ടത്തിൽ നിങ്ങൾക്ക് ആ ഒരു പ്രൊസീജിയർ പറഞ്ഞുതരാം. ഫസ്റ്റ് ക്വസ്റ്റ്യനിൽ നമ്മൾ ആവർത്തിക്കുന്ന 3-4 സ്റ്റെപ്പ് ഉണ്ട്. ആ ഒരു 3-4 സ്റ്റെപ്പ് ആയിരിക്കും നമ്മൾ എന്ത് ചെയ്യുക? ടൈപ്പ് 1 ക്വസ്റ്റ്യൻ. ഇന്ന് ഡിസ്കസ് ചെയ്യുന്ന രീതിയിലുള്ള ഏത് ക്വസ്റ്റ്യൻ വന്നാലും അതിൽ ആവർത്തിക്കുന്ന സ്റ്റെപ്പുകളെല്ലാം നമ്മൾ ഇന്ന് ചെയ്യുന്ന ഒന്നാമത്തെ പ്രോബ്ലത്തിന്റെ ആയിരിക്കും. പിന്നെ ഞാനൊരു കാര്യം പറഞ്ഞു, ഈ ലോഗരിതമിക് ഫംഗ്ഷൻ പഠിക്കുന്നതിന് മുൻപ് നിങ്ങൾ എന്ത് ചെയ്യണം? നിർബന്ധമായും ചെയിൻ റൂളും പ്രൊഡക്റ്റ് റൂളും എല്ലാം പഠിച്ചിരിക്കണം. അത് നമ്മുടെ പ്രീവിയസ് ക്ലാസ്സിൽ എടുക്കുന്നുണ്ട്. അല്ലാതെ ലോഗരിതമിക്കിൽ വന്നാൽ ഞാൻ എന്തൊക്കെയോ പറയുന്നതായിട്ട് നിങ്ങൾക്ക് തോന്നുള്ളൂ. സോ നമ്മൾ ഒന്നാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാണ്. ക്വസ്റ്റ്യൻ നോക്കാം. ഫൈൻഡ് ദ ഡെറിവേറ്റീവ് dy by dx ഓഫ് ദ ഫോളോയിങ് എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലെ. അതിലെ ഒന്നാമത്തെ ചോദ്യം എക്സ് റേസ് ടു സൈൻ എക്സ്. അപ്പോ എക്സാമിന് ക്വസ്റ്റ്യൻ വരുമ്പോ ആ ക്വസ്റ്റ്യനിൽ ഒരിക്കലും നമ്മളോട് പറയില്ല യൂസിങ് ലോഗരിതമിക് ഫംഗ്ഷൻ ഫൈൻഡ് ദ ഡെറിവേറ്റീവ് എന്ന് നമ്മളോട് പറയില്ല. നമ്മളോട് ആകെ എന്തേ പറയുള്ളൂ? ഫൈൻഡ് ദ ഡെറിവേറ്റീവ് എന്നേ പറയുള്ളൂ. നമ്മൾ ഈ വർഷം ഡിഫറൻഷ്യബിലിറ്റിയിൽ ഓൾമോസ്റ്റ് 5-6 എക്സസൈസ് പഠിക്കും. ഈ 5-6 എക്സസൈസ് പഠിച്ചു കഴിഞ്ഞിട്ട് നമ്മളോട് ഒരിക്കലും യൂസിങ് ഇന്ന മെത്തേഡ് എന്ന് പറയില്ല. ക്വസ്റ്റ്യൻ കാണുന്ന നമ്മൾ മനസ്സിലാക്കണം അത് ഏത് മെത്തേഡാണ്. അപ്പൊ ലോഗരിതമിക് ഫംഗ്ഷന്റെ ക്വസ്റ്റ്യൻ ആണെന്ന് എങ്ങനെ മനസ്സിലാവും? ഇത്രയേ ഉള്ളൂ. നമ്മൾ ഓൾറെഡി പറഞ്ഞു പവറിൽ ആര് വരുന്നു? വേരിയബിൾ ഉള്ള ഒരു ഫംഗ്ഷൻ വരുന്നു. അപ്പോ ഈ ക്വസ്റ്റ്യൻ നമ്മൾ ലോഗരിതമിക്കിൽ പറയുമ്പോൾ ലോഗരിതമിക് ആണെന്ന് മനസ്സിലായി. എക്സ് എന്ന് പറഞ്ഞ വേരിയബിളിന്റെ പവറിൽ ആര് വന്നു? സൈൻ എക്സ്. എക്സ് ഉള്ള മറ്റൊരു ഫംഗ്ഷൻ വന്നു അല്ലേ. അപ്പോ നമുക്ക് പ്രോബ്ലം ചെയ്തു തുടങ്ങാം. തന്നിരിക്കുന്ന ചോദ്യത്തിനെ നമ്മൾ എടുത്തെഴുതുമ്പോൾ y ഈക്വൽ ടു എന്ന് പറഞ്ഞിട്ട് എടുത്തെഴുതണം. അതാണ് നമ്മുടെ ആദ്യത്തെ സ്റ്റെപ്പ്. ഒന്നാമത്തെ സ്റ്റെപ്പായിട്ട് നമ്മൾ ചെയ്യുന്ന കാര്യം എന്തായിരിക്കും? y ഈക്വൽ ടു എന്ന് പറഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യും? തന്നിരിക്കുന്ന ചോദ്യത്തിന് എടുത്തെഴുതും. ചോദ്യം ആരാ? എക്സ് റേസ് ടു സൈൻ എക്സ്. അപ്പോ നമ്മൾ എഴുതുന്നതാണ് ലെറ്റ് y ഈസ് ഈക്വൽ ടു എക്സ് റേസ് ടു സൈൻ എക്സ്. എടുത്തെഴുതിയില്ലേ? ഇതായിരുന്നു നമ്മുടെ സ്റ്റെപ്പ് 1. സ്റ്റെപ്പ് 1 ചെയ്ത് കഴിഞ്ഞാൽ, അതായത് തന്ന ചോദ്യത്തിനെ y എന്ന് പറഞ്ഞ് എടുത്തെഴുതി കഴിഞ്ഞാൽ ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് സ്റ്റെപ്പ് 2 ആണ്. സ്റ്റെപ്പ് 2 വളരെ സിമ്പിൾ ആണ്. രണ്ട് സൈഡിലും എന്തെടുക്കുക? അതായത് ആ ഒരു ഇക്വേഷന്റെ ഏതിന്റെ y ഈസ് ഈക്വൽ ടു എക്സ് റേസ് ടു സൈൻ എക്സ് എന്ന് പറഞ്ഞ ഇക്വേഷന്റെ രണ്ട് സൈഡിലും നമ്മൾ എന്തെടുക്കും? ലോഗ് എടുക്കും. അപ്പൊ ലോഗ് എടുക്കുമ്പോ
y is equal to x raised to sin x എന്ന് പറഞ്ഞത് എന്തായി മാറും? log y is equal to log x raised to sin x ആയി മാറും. മനസ്സിലാവുന്നുണ്ട്? അപ്പോ ലോഗ് എടുത്തു കഴിഞ്ഞു. ലോഗ് എടുത്തു കഴിഞ്ഞാൽ ഇനി നമ്മൾ ചെയ്യാൻ പോകുന്ന കാര്യം എന്താ? നമ്മൾ ഓൾറെഡി പ്രോപ്പർട്ടീനെ കുറിച്ച് പറഞ്ഞു, ഇവിടെ വീണ്ടും എഴുതിയിട്ടുണ്ടോ? log a raised to b is equal to b into log a. log a raised to b എന്ന രൂപത്തിൽ നിങ്ങൾ എവിടെയെങ്കിലും കാണുന്നുണ്ടെങ്കിൽ അതിനെ അപ്പോൾ തന്നെ എന്താക്കി മാറ്റണം? b into log a ആക്കി മാറ്റണം. അപ്പൊ നമ്മൾ രണ്ട് സൈഡിൽ ലോഗ് എടുത്തു കഴിയുമ്പോൾ നിങ്ങളൊന്ന് നോക്കിയേ, log y is equal to log x raised to sin x, log a raised to b അല്ലേ? അപ്പോ അതിനെ നമുക്ക് എന്തെന്ന് എഴുതാം? b into log a. b ആരാ? sin x. b into log a. a ആരാ? x. അപ്പൊ നമ്മുടെ സ്റ്റെപ്പ് എന്തായി മാറും? log y that is equal to sin x into log x. എന്തുകൊണ്ടാ sin x into log x ആയത്? applying the property log a raised to b that is equal to b into log a. മനസ്സിലാവുന്നുണ്ട്? നിങ്ങൾക്ക് അടുത്ത സ്റ്റെപ്പിൽ കാണാൻ പറ്റും അല്ലേ? കാണുന്നില്ലേ? ഇനി ഇതായിരുന്നു നമ്മുടെ രണ്ട് സ്റ്റെപ്പ്. ഈ രണ്ട് സ്റ്റെപ്പ് കഴിഞ്ഞ് മൂന്നാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് വളരെ എളുപ്പമാണ്. കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത് എന്താണ്? ഡെറിവേറ്റീവ്, അതായത് dy/dx ആണ് കണ്ടുപിടിക്കാൻ പറയുന്നത്. അപ്പൊ dy/dx കിട്ടാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യും? രണ്ട് സൈഡിലും ഡെറിവേറ്റീവ് എടുക്കും. രണ്ട് സൈഡിലും ഡെറിവേറ്റീവ് എടുക്കും വിത്ത് റെസ്പെക്ട് ടു എക്സ്. എന്തുകൊണ്ടാണ് വിത്ത് റെസ്പെക്ട് ടു എക്സ് ആയത്? നമ്മുടെ വേരിയബിള് എക്സ് ആണ്. നമ്മുടെ ഈ ക്വസ്റ്റ്യനിൽ കാണുന്ന വേരിയബിള് എക്സ് ആണ്. എക്സ് ആയതുകൊണ്ട് വിത്ത് റെസ്പെക്ട് ടു എക്സിൽ നമ്മൾ രണ്ട് സൈഡിലും ഡെറിവേറ്റീവ് എടുക്കും. അപ്പോൾ എന്തായി മാറി? d/dx ഓഫ് log y that is equal to d/dx of sin x into log x. കാണാൻ പറ്റുന്നുണ്ട്? അപ്പൊ ഡെറിവേറ്റീവ് എടുക്കുമ്പോ നമുക്ക് എന്തറിയാം? log x എന്ന് പറഞ്ഞാൽ log x ന്റെ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് x എടുക്കുമ്പോ 1/x ആയിരുന്നു. വിത്ത് റെസ്പെക്ട് ടു y വിത്ത് റെസ്പെക്ട് ടു എക്സിൽ log y നെ ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ അല്ലെങ്കിൽ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ 1/y into dy/dx ആയി മാറും. എങ്ങനെയാണെന്നുള്ളത് മനസ്സിലാവണമെങ്കിൽ ഇംപ്ലിസിറ്റിലേക്ക് ഒന്ന് കണ്ണോടിച്ചാൽ മതി. കഴിഞ്ഞ ക്ലാസ്സുകളിലേക്ക് കണ്ണോടിക്കുമ്പോൾ ഇംപ്ലിസിറ്റിൽ വ്യക്തമായിട്ട് പറഞ്ഞു തന്നിട്ടുണ്ടാവും എന്തുകൊണ്ടാണ് y വരുമ്പോൾ dy/dx വരുന്നതെന്ന്. അപ്പോ d/dx of log y എന്തായി മാറി? 1/y into dy/dx. മനസ്സിലാവാൻ ഇംപ്ലിസിറ്റിലേക്ക് പോവുക. That is equal to d/dx of sin x into log x. അപ്പൊ ഈ sin x into log x കാണുമ്പോ നമ്മൾ ഓൾറെഡി ഒരു വർഷം പഠിച്ചാണ്. കഴിഞ്ഞ വർഷം പഠിച്ചു, ഈ വർഷം ആദ്യത്തിൽ നമ്മൾ പഠിക്കുന്നുണ്ട്. പ്രൊഡക്റ്റ് റൂൾ ആണ്. എങ്ങനെ പ്രൊഡക്റ്റ് റൂൾ ആണെന്ന് മനസ്സിലായത്? രണ്ട് ഫങ്ഷൻസ് ഉണ്ട്, ആ രണ്ട് ഫങ്ഷൻസിനും വേരിയബിൾ ഉണ്ട്. വേരിയബിൾ ഉള്ള രണ്ട് ഫങ്ഷൻ വന്നാൽ അവിടെ നമ്മൾ എന്താ അപ്ലൈ ചെയ്യണം? പ്രൊഡക്റ്റ് റൂൾ അപ്ലൈ ചെയ്യണം. പ്രൊഡക്റ്റ് റൂൾ ഒന്നും ഞാൻ അവിടെ എഴുതുന്നില്ല, അണ്ടർസ്റ്റുഡ് ആണ്, നമുക്ക് അറിയുന്ന കാര്യം. എന്താ പ്രൊഡക്റ്റ് റൂള്? ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു സെക്കൻഡ് ഫംഗ്ഷൻ ദാറ്റ് ഈസ് ഈക്വൽ എന്താ? ഫസ്റ്റ് ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് സെക്കൻഡ് പ്ലസ് സെക്കൻഡ് ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ്. അല്ലേ? പഠിച്ചിരിക്കുന്നതാണ്. അങ്ങനെയാണെങ്കിൽ ഫസ്റ്റ് ഫംഗ്ഷൻ ഇവിടെ sin x ആണ്, സെക്കൻഡ് ഫംഗ്ഷൻ എന്താണ്? log x ആണ്. ഒന്ന് പ്രൊഡക്റ്റ് റൂൾ അപ്ലൈ ചെയ്ത് നോക്കിയേ. അപ്പൊ എന്ത് കാണാം? ഫസ്റ്റ് ഫംഗ്ഷൻ ദാറ്റ് ഈസ് sin x ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് സെക്കൻഡ് ഫംഗ്ഷൻ. ഡെറിവേറ്റീവ് ഓഫ് സെക്കൻഡ് ഫംഗ്ഷൻ എന്താ? d/dx ഓഫ് log x. കഴിഞ്ഞോ? ഇല്ല. പ്ലസ് സെക്കൻഡ് ഫംഗ്ഷൻ ദാറ്റ് ഈസ് log x ഇൻറ്റു derivative of d/dx of first function that is sin x. പ്രൊഡക്റ്റ് റൂൾ അപ്ലൈ ചെയ്തു. ഇനി അതിനെ സിംപ്ലിഫൈ ചെയ്യുക. സിംപ്ലിഫൈ ചെയ്യുമ്പോൾ 1/y into dy/dx that is equal to sin x ഓൾറെഡി ഉണ്ട് into derivative of log x. log x ന്റെ ഡെറിവേറ്റീവ് ആരാ? 1/x ആണ്. പ്ലസ് സെക്കൻഡ് ഫംഗ്ഷൻ that is log x
ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ് ഫംഗ്ഷൻ ആരാ? സൈൻ എക്സിന്റെ ഡെറിവേറ്റീവ് ആരാ? കോസ് എക്സ്. എഴുതിയിട്ടുണ്ട്. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഇനി മുന്നിലേക്ക് പോകുമ്പോൾ കാണാം ചെയ്തിരിക്കുന്ന കാര്യം. ജസ്റ്റ് ഒന്ന് പുറകിലേക്ക് നോക്കിയേ. പുറകിലേക്ക് നോക്കുമ്പോൾ നിങ്ങൾക്ക് കാണാം അവിടെ സൈൻ എക്സ് ഇൻറ്റു 1/x, അതായത് ആദ്യത്തെ ടേമിൽ മാത്രം എന്ത് വരുന്നു? ഡിനോമിനേറ്റർ വരാണ്, രണ്ടാമത്തേൽ ഇല്ല. അപ്പോ നമ്മൾ എപ്പോഴും ചെയ്യുന്ന കാര്യം എന്താ? അതായത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യും. അതായത് സിംപ്ലിഫിക്കേഷന് വേണ്ടി നമ്മൾ എന്ത് ചെയ്യും? ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യും. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ആ എക്സിനെ നമ്മൾ അപ്പുറത്തേക്ക് എടുക്കും അല്ലെ? അപ്പൊ എന്തായി മാറും? സൈൻ എക്സ് പ്ലസ് എക്സ് ഇൻറ്റു ലോഗ് എക്സ് ഇൻറ്റു കോസ് എക്സ് ഓൾ ഡിവൈഡഡ് ബൈ എക്സ് ആയി മാറും. ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ 8 പഠിച്ച കാര്യ. അപ്പോ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തു. അതാണ് ഈ കാണുന്ന ആദ്യത്തെ സ്റ്റെപ്പ്. അപ്പോ നമ്മുടെ എന്തായി മാറി? LHS ഓൾറെഡി മാക്സിമം സിംപ്ലിഫൈഡ് ആയി അല്ലേ? അപ്പൊ 1/y dy/dx that is equal to sin x plus x log x into cos x divided by x ആയി മാറി. പക്ഷേ ചോദിച്ചിരിക്കുന്ന ചോദ്യം എന്താ? ഫൈൻഡ് ദ ഡെറിവേറ്റീവ് ആണ്. ഈ ഫൈൻഡ് ദ ഡെറിവേറ്റീവ് എന്ന് പറയുമ്പോൾ അതെന്താ? dy/dx ആണ് വേണ്ടത്. നമുക്കിപ്പോ എന്താ കിട്ടിയിരിക്കുന്നത്? 1/y into dy/dx ആണ് കിട്ടിയിരിക്കുന്നത് അല്ലേ? അപ്പോ ഈ 1/y എന്ന് പറഞ്ഞ ആളാണ് നമ്മുടെ എന്ത്? dy/dxന്റെ കൂടെ അധികപ്പറ്റായിട്ട് കിടക്കുന്നത്. അപ്പൊ അധികമായി കിടക്കുന്ന 1/y, അതായത് ഡിവിഷനായി കിടക്കുന്ന ഒരാളെ ഈക്വൽ സൈന്റെ അപ്പുറത്തേക്ക് കൊണ്ടുപോകുമ്പോൾ അതെങ്ങോട്ട് പോകും? മുകളിലേക്ക് പോകും അല്ലേ? അതായത് ഒരു ഇക്വേഷന്റെ സൈഡിൽ ഡിനോമിനേറ്റർ ആയി കിടക്കുന്ന ആളെ ആ ഇക്വേഷന്റെ മറ്റൊരു സൈഡിലേക്ക് കൊണ്ടുപോകുമ്പോൾ അതെങ്ങോട്ടാണ് പോവുക? ന്യൂമറേറ്ററിലേക്കാണ് പോവുക. അപ്പോ നമ്മൾ അങ്ങനെ സ്റ്റെപ്പ് ചെയ്യുമ്പോൾ dy/dx that is equal to y ആയി മാറും. y മേലേക്ക് വരും അല്ലെ? y into എന്തായി മാറി? sin x plus x log x cos x divided by x. അപ്പോ ഓൾമോസ്റ്റ് ആൻസർ ആവാറായി. ഇനി ഒരു കാര്യം കൂടി ചെയ്ത ആൻസർ ആയി. ചെയ്യാൻ പോകുന്ന കാര്യം ഇത്രയേ ഉള്ളൂ. നമുക്ക് ക്വസ്റ്റ്യൻ തന്നിരുന്നത് ഫൈൻഡ് ദ ഡെറിവേറ്റീവ് ഓഫ് എക്സ് റേസ് ടു സൈൻ എക്സ് എന്നായിരുന്നു. തന്ന ചോദ്യത്തില് നമുക്ക് എന്തുണ്ടായിരുന്നില്ല? വൈയുടെ ടേം ഒന്നും ഉണ്ടായിരുന്നില്ല. ആ ഇല്ലാത്ത കാരണം കൊണ്ട് തന്നെ നമുക്ക് കിട്ടുന്ന ആൻസറിലും എന്തു പാടില്ല? വൈ പാടില്ല. അപ്പൊ നമുക്ക് എന്ത് ചെയ്യണം? ആ വൈനെ എടുത്ത് മാറ്റണം. ആ വൈനെ എങ്ങനെ മാറ്റാൻ പറ്റുക? നമ്മൾ ഫസ്റ്റ് സ്റ്റെപ്പിൽ ചെയ്തത് എന്തായിരുന്നു? വൈ എന്ന് പറഞ്ഞിട്ട് ചോദ്യത്തിന് വിളിച്ചു അല്ല, എക്സ് റേസ് ടു സൈൻ എക്സിനെ കൊണ്ടുവന്ന് ആ വൈക്ക് പകരം ഇട്ട് കൊടുക്കുക. അപ്പൊ നമ്മുടെ ആൻസർ എന്തായി? dy/dx that is equal to x raised to sin x all bracket sin x plus x log x cos x all divided by x. ആൻസർ ആയി. അപ്പോ ഇതെല്ലാം നിങ്ങൾ നോട്ട് എഴുതിയിട്ടുണ്ടാവും. ആ നോട്ടിൽ കൂടെ ഒന്ന് കണ്ണോടിക്കുക. ഇത്രേ ഉള്ളൂ. സ്റ്റെപ്പുകൾ റിപ്പീറ്റ് ചെയ്യാണ്. തന്ന ചോദ്യത്തിന് നമ്മൾ എന്തെല്ലാം ചെയ്തു? തന്ന ചോദ്യത്തിന് ചെയ്തത് 4 സ്റ്റെപ്പുകളാണ്. ആദ്യം ചെയ്ത കാര്യം തന്ന ചോദ്യത്തിനെ എന്തെന്ന് പറഞ്ഞെടുത്ത് എഴുതി? y ഈക്വൽ ടു എന്ന് പറഞ്ഞെടുത്ത് എഴുതി. ദാറ്റ് ഈസ് സ്റ്റെപ്പ് 1 അല്ലേ? വാട്ട് ഈസ് സ്റ്റെപ്പ് 2? ടേക്കിംഗ് ലോഗ് ഓൺ ബോത്ത് സൈഡ്സ്. ആ y ഈക്വൽ ടു എക്സ് റേസ് ടു സൈൻ എക്സ് എന്ന് പറഞ്ഞെടുത്ത ആളെ രണ്ട് സൈഡിലും എന്തെടുത്തു? ലോഗ് എടുത്തു. ലോഗ് എടുത്ത അപ്പൊ തന്നെ നമ്മൾ എന്ത് ചെയ്തു? ലോഗിന്റെ പ്രോപ്പർട്ടി ലോഗ് എ റേസ് ടു ബി ലോഗ് എ എന്ന് പറഞ്ഞ പ്രോപ്പർട്ടി അപ്ലൈ ചെയ്തു. ദാറ്റ് ഈസ് സ്റ്റെപ്പ് 2. സ്റ്റെപ്പ് 3 എന്ന് പറയുന്നത് ടേക്കിംഗ് ഡെറിവേറ്റീവ് ഓൺ ബോത്ത് സൈഡ്സ്. ഡെറിവേറ്റീവ് എടുത്തു. ഡെറിവേറ്റീവ് എടുത്തു കഴിഞ്ഞിട്ട് മാക്സിമം സിംപ്ലിഫൈ ചെയ്തു. ചെയിൻ റൂൾ വരാണെങ്കിൽ ചെയിൻ റൂൾ ചെയ്യണം, പ്രൊഡക്റ്റ് റൂൾ വരാണെങ്കിൽ പ്രൊഡക്റ്റ് റൂൾ ചെയ്യണം. നമ്മൾ ചെയ്തു. ഫൈനലി ലാസ്റ്റ് സ്റ്റെപ്പിൽ മോഡിഫിക്കേഷൻ. എന്തായിരുന്നു മോഡിഫിക്കേഷൻ? തന്ന ചോദ്യത്തിൽ വൈ ഇല്ലാത്ത കാരണം കൊണ്ട് ആൻസറിലും വൈ പാടില്ല. വൈക്ക് പകരം എന്തിട്ട് കൊടുത്തു? വൈ ആരാണെന്നുള്ളത് ഇട്ട് കൊടുത്തു. അങ്ങനെ നമ്മൾ എന്ത് ചെയ്തു? ആൻസറിലെത്തി. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ക്ലിയർ ആയി എന്ന വിശ്വാസത്തോടെ രണ്ടാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവാണ്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ഫൈൻഡ് ദ ഡെറിവേറ്റീവ് ഓഫ് സൈൻ എക്സ് റേസ് ടു കോസ് എക്സ്. അപ്പൊ ഈ ഒരു ചോദ്യം നോക്കുമ്പോ എങ്ങനെയാണ് ലോഗരിതമിക് ആണെന്ന് മനസ്സിലാവാം.
ഞാൻ പറഞ്ഞു ലോഗരിതമിക്കിന്റെ ടൈപ്പ് 1 ക്വസ്റ്റ്യൻ, ഒന്നാമത്തെ ടൈപ്പ് ക്വസ്റ്റ്യൻ നമുക്ക് കാണുമ്പോൾ എങ്ങനെ മനസ്സിലാവാം? ഒരു ഫംഗ്ഷനിൽ വേരിയബിൾ ഉണ്ടെങ്കിൽ അതിന്റെ പവറിൽ മറ്റൊരു ഫംഗ്ഷൻ, വേരിയബിൾ ഉള്ള മറ്റൊരു ഫംഗ്ഷൻ വന്നാൽ അതിന് നമുക്ക് എന്തെന്ന് പറയാം? ലോഗരിതമിക് ഫംഗ്ഷൻ എന്ന് പറയാം. അപ്പോൾ അവിടെ നമ്മൾ ചെയ്യേണ്ട ഡിഫറൻസിയേഷൻ ആണെന്ത്? ലോഗരിതമിക് ഡിഫറൻസിയേഷൻ. സോ ദ ക്വസ്റ്റ്യൻ ഈസ് sin x raised to cos x. എന്തായിരുന്നു ഒന്നാമത്തെ സ്റ്റെപ്പ്? തന്ന ചോദ്യത്തിനെ y എന്ന് പറഞ്ഞ് എടുത്തെഴുതി നിങ്ങൾക്ക് കാണാം sin x raised to cos x. സ്റ്റെപ്പ് 1 കഴിഞ്ഞു. സ്റ്റെപ്പ് 2 എന്ന് പറയുന്നത് രണ്ട് സൈഡിലും നമ്മൾ ലോഗ് എടുക്കുകയാണ്. രണ്ട് സൈഡിലും നമ്മൾ ലോഗ് എടുക്കുമ്പോൾ ഒന്നാമത്തെ ഇക്വേഷൻ സ്റ്റെപ്പ് 1ൽ y is equal to sin x raised to cos x ആയിരുന്നത് എന്തായി മാറുന്നു? log y is equal to log sin x raised to cos x ആയി മാറാണ്. ആ സ്റ്റെപ്പിൽ തന്നെ നമ്മൾ ഒരു കാര്യം കൂടി ചെയ്യും, പ്രോപ്പർട്ടി അപ്ലൈ ചെയ്യും. എന്താണ് പ്രോപ്പർട്ടി? log a raised to b. എന്താ അത്? b log a. അപ്പോ log sin x raised to cos x, log a raised to b, log sin x raised to cos x, b log a. b ആരാ? cos x ആ. അപ്പൊ cos x into log sin x ആയി മാറി. അപ്പോ ഞാൻ വീണ്ടും ആവർത്തിക്കുകയാണ്, ക്വസ്റ്റ്യൻ കുറച്ചും കൂടി കഴിഞ്ഞ ക്വസ്റ്റ്യനെ വെച്ച് നോക്കുമ്പോൾ കുറച്ചും കൂടി നമുക്ക് ചെയ്യാനുണ്ടാവും. കഴിഞ്ഞ ക്വസ്റ്റ്യനിൽ നമുക്ക് പ്രൊഡക്റ്റ് റൂൾ മാത്രമായിരുന്നെങ്കിൽ ഇവിടെ പ്രൊഡക്റ്റ് റൂളിന്റെ കൂടെ ചെയിൻ റൂളും കൂടി വരും. അപ്പൊ അത് പഠിക്കാത്ത ആൾക്ക് ഇതെന്തായി മാറുന്നു? ഡിഫിക്കൽട്ടായി മാറാണ്. അപ്പൊ ഡിഫിക്കൽട്ടി ഇല്ലാതിരിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? നിർബന്ധമായും ചെയിൻ റൂളും പ്രൊഡക്റ്റ് റൂളും പഠിച്ചിരിക്കണം. അപ്പോ അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് എന്താണ്? ടേക്കിംഗ് ഡെറിവേറ്റീവ് ഓൺ ബോത്ത് സൈഡ്സ്. രണ്ട് സൈഡിലും നമ്മൾ എന്ത് ചെയ്യുക? ഡെറിവേറ്റീവ് എടുക്കുക. ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ എന്തായി മാറും? d by dx of log y, that is equal to d by dx of ഏതാ? cos x into log sin x. അപ്പൊ നോക്കിയേ, cos x എന്ന് പറയുന്നത് ഒരു ഫംഗ്ഷൻ ആണ്, log of sin x എന്ന് പറയുന്നത് മറ്റൊരു ഫംഗ്ഷൻ ആണ്. ആ രണ്ട് ഫംഗ്ഷനും ഗുണിച്ചു കിടക്കുന്ന കാരണം കൊണ്ട് തന്നെ നമുക്ക് അവിടെ എന്ത് അപ്ലൈ ചെയ്യണം? പ്രൊഡക്റ്റ് റൂൾ അപ്ലൈ ചെയ്യണം. അപ്പോ പ്രൊഡക്റ്റ് റൂൾ മാത്രമാണ് അപ്ലൈ ചെയ്യേണ്ടത്. അപ്പൊ നിങ്ങൾ ആ രണ്ടാമത്തെ ഫംഗ്ഷന് നോക്കാം. രണ്ടാമത്തെ ഫംഗ്ഷന് നോക്കുമ്പോ ആ രണ്ടാമത്തെ ഫംഗ്ഷൻ ആരാ? ലോഗ് സൈൻ എക്സ്, ലോഗ് ഓഫ് സൈൻ എക്സ്. എക്സിനെ സൈനും ലോഗും എന്ത് ചെയ്തിരിക്കുക? ഹോൾഡ് ചെയ്തേക്കുക. ദാറ്റ് മീൻസ് ചെയിൻ റൂൾ ആണ്. അതെന്താണ്? ചെയിൻ റൂൾ ആണ്. അപ്പോ നമ്മൾ ഇനി എന്ത് ചെയ്യാണ്? ഡെറിവേറ്റീവ് എടുക്കാൻ പോവാണ്. അപ്പൊ ഡെറിവേറ്റീവ് എടുക്കുമ്പോ ലോഗ് വൈയുടെ ഡെറിവേറ്റീവ് ഇംപ്ലിസിറ്റിൽ പഠിച്ചിട്ടുണ്ടാവും. എന്തുകൊണ്ടാണ് 1/y into dy by dx ആവുക? ലോഗിന്റെ കാര്യമില്ല, വൈക്ക് എന്തുകൊണ്ട് അത് സംഭവിക്കുന്നു എന്നുള്ളത് ഇംപ്ലിസിറ്റിൽ പഠിച്ചതാണ്. സോ 1/y into dy by dx, ലോഗ് വൈയുടെ ഡെറിവേറ്റീവ് ആയി. ദാറ്റ് ഈസ് ഈക്വൽ ടു പ്രൊഡക്റ്റ് റൂൾ ആണ് അപ്ലൈ ചെയ്യുന്നത് അല്ലെ? ആർക്കാണ് അപ്ലൈ ചെയ്യുന്നത്? cos x into log of sin x. അപ്പോ എന്താണ് പ്രൊഡക്റ്റ് റൂൾ? ഞാനൊന്ന് പറയാം. ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു സെക്കൻഡ് ഫംഗ്ഷൻ, ദാറ്റ് ഈസ് ഈക്വൽ ടു ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് സെക്കൻഡ് ഫംഗ്ഷൻ പ്ലസ് സെക്കൻഡ് ഫംഗ്ഷൻ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ് ഫംഗ്ഷൻ. അങ്ങനെയാണെങ്കിൽ പ്രോഡക്റ്റ് റൂൾ നമ്മൾ ഇവിടെ അപ്ലൈ ചെയ്യുമ്പോൾ ഫസ്റ്റ് ഫംഗ്ഷൻ ആരാ? cos x അല്ലേ? ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് സെക്കൻഡ് ഫംഗ്ഷൻ. ഡെറിവേറ്റീവ് ഓഫ് സെക്കൻഡ് ഫംഗ്ഷൻ എന്ന് പറയുമ്പോൾ ലോഗ് cos x ന്റെ ഡെറിവേറ്റീവ് എടുക്കണം. ലോഗ് cos x ന്റെ ഡെറിവേറ്റീവ് എന്ന് പറയുമ്പോൾ log x 1/x ആയിരുന്നു. log x ന്റെ ഡെറിവേറ്റീവ് 1/x ആണ്. ചെയിൻ റൂൾ ആണ്. അപ്പൊ log x ന്റെ ഡെറിവേറ്റീവ് 1/x ആണെങ്കിൽ log ഓഫ് sin x ന്റെ ഡെറിവേറ്റീവ് എന്തായി മാറും? 1/x ന്റെ സ്ഥാനത്ത് ആരാ? cos x അല്ലെ? സോറി, x ന്റെ സ്ഥാനത്ത് ആരാ? sin x. അപ്പൊ എന്തായി മാറി? 1/sin x. ഡെറിവേറ്റീവ് കഴിഞ്ഞോ? ഇല്ല, ലോഗിന്റെ മാത്രം അപ്പെടുത്തെ. ചെയിൻ റൂൾ ആണ് അല്ലെ? അപ്പൊ ആ ലോഗിനെ മാറ്റി നിർത്തി കഴിയുമ്പോൾ ഇനി ആരുടെ ഡെറിവേറ്റീവ് എടുക്കണം? sin x ന്റെ ഡെറിവേറ്റീവ് എടുക്കണം. sin x ന്റെ ഡെറിവേറ്റീവ് എന്താ?
കോസ് എക്സ്. അപ്പോ മനസ്സിലായി. പ്ലസ് സെക്കൻഡ് ഫംഗ്ഷൻ എന്താ? ലോഗ് ഓഫ് സൈൻ എക്സ് ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ് ഫംഗ്ഷൻ ആരാ? കോസ് എക്സ്. കോസ് എക്സിന്റെ ഡെറിവേറ്റീവ് എന്താ? മൈനസ് സൈൻ എക്സ്. മനസ്സിലായി. ഇനി സിംപ്ലിഫിക്കേഷൻ ആണ് നമ്മൾ എഴുതി വെച്ചിരിക്കുന്നത്. കോസ് എക്സ് ഇൻറ്റു 1/x ഇൻറ്റു കോസ് എക്സ് അല്ലേ? ആ ഒരു സാധനത്തിനെ നമ്മൾ എന്ത് ചെയ്യാണ്? സിംപ്ലിഫൈ ചെയ്യുമ്പോൾ കോസ് എക്സ് ബൈ സൈൻ എക്സ് എന്ന് പറഞ്ഞാൽ കോട്ടെക്സ് ആണെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ട്രിഗണോമെട്രി റെഫർ ചെയ്യുക. ട്രിഗണോമെട്രി പഠിക്കേണ്ടതാണ്. +1 ഓൾറെഡി നമ്മൾ പഠിച്ചു. കോസ് എക്സ് ബൈ സൈൻ എക്സ് എന്ന് പറയുമ്പോൾ കോട്ടെക്സ് ആണ്. ബാക്കി എവിടെ ആരാ ഉള്ളേ? ഒരു കോസ് എക്സ് ഉണ്ട്. അപ്പൊ നമ്മൾ അതിന് എന്തെന്ന് എഴുതാണ്? കോസ് എക്സ് ഇൻറ്റു കോട്ടെക്സ് എന്ന് എഴുതാണ്. കഴിഞ്ഞില്ലേ? ഇനി മുന്നോട്ട് പോകുമ്പോൾ പ്ലസ് ലോഗ് ഓഫ് സൈൻ എക്സ് ഇൻറ്റു മൈനസ് സൈൻ എക്സ്. പോസിറ്റീവ് ഇൻറ്റു നെഗറ്റീവ്. പോസിറ്റീവ് ഇൻറ്റു നെഗറ്റീവ് എന്താ? നെഗറ്റീവ്. അപ്പൊ ആ ചിഹ്നം എന്തായി മാറാണ്? നെഗറ്റീവായി മാറാണ്. മനസ്സിലാവുന്നുണ്ടോ മക്കളെ? അപ്പോ നെഗറ്റീവായി. ഇനി അതിനെന്ത് ചെയ്യുന്നു? ഒരുമിച്ച് എഴുതുമ്പോ സൈൻ എക്സ് ഇൻറ്റു ലോഗ് ഓഫ് സൈൻ എക്സ് ആയി മാറി. എന്തുകൊണ്ടാണ് സൈൻ എക്സ് ഇൻറ്റു സൈൻ എക്സ് ചെയ്യാൻ പറ്റാത്തത്? എന്തുകൊണ്ട് ഞാൻ ലോഗ് ഓഫ് സൈൻ സ്ക്വയർ എക്സ് എന്ന് എഴുതിയില്ല? അതിന് കാരണമുണ്ട്. നമ്മൾ മുൻപ് പഠിച്ച ആ ലോഗിന്റെ ഉള്ളിൽ കിടക്കുന്ന സൈൻ എക്സ് എന്ന് പറയുന്നത് എന്താ? ലോഗിനെ ഡിപ്പെൻഡ് ചെയ്യുന്നതാ. ആ ലോഗ് എന്ന് പറഞ്ഞ ഫംഗ്ഷന്റെ ഉള്ളിലാണ് ആ സൈൻ എക്സ് കിടക്കുന്നത്. മറ്റേ സൈൻ എക്സ് പുറത്താണ് കിടക്കുന്നത്. അപ്പൊ ഫംഗ്ഷന്റെ ഉള്ളിൽ കിടക്കുന്ന വേരിയബിളിനെയോ മറ്റൊരു ഫംഗ്ഷനെയോ പുറത്ത് കിടക്കുന്ന ഫംഗ്ഷന് എന്ത് ചെയ്യാൻ പറ്റില്ല? ക്രിയ ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നില്ല? സൈൻ സ്ക്വയർ എക്സ് എന്ന് എഴുതാൻ പറ്റില്ല. എങ്ങനെ തന്നെ എഴുതണം? സൈൻ എക്സ് ഇൻറ്റു ലോഗ് ഓഫ് സൈൻ എക്സ് എന്ന് എഴുതണം. അല്ലെങ്കിൽ നമ്മൾ എന്തെന്ന് എഴുതണം? ലോഗ് ഓഫ് സൈൻ എക്സ് ഇൻറ്റു സൈൻ എക്സ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ എഴുതാം. ഇനി എന്താണ് സിംപ്ലിഫിക്കേഷൻ? സിംപ്ലിഫിക്കേഷൻ എന്ന് പറയുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? dy/dx ആണ് നമുക്ക് വേണ്ടത്. dy/dx കിട്ടാൻ നമുക്കിപ്പോ ഉള്ളത് എന്താ? 1/y ഇൻറ്റു dy/dx ആണ്. അപ്പോ ഒരു ഇക്വേഷന്റെ സൈഡിൽ ഹരിച്ചു എടുക്കുന്ന ഒരാള് അപ്പുറത്തെ സൈഡിലേക്ക് പോകുമ്പോൾ മുകളിലേക്ക് പോകും. ദാറ്റ് മീൻസ് ഒരു ഇക്വേഷന്റെ സൈഡിലെ ഡിനോമിനേറ്റർ ഈക്വൽ സൈൻ്റെ അപ്പുറത്തേക്ക് പോകുമ്പോൾ ന്യൂമറേറ്ററിലേക്ക് പോകും. അങ്ങനെയാണെങ്കിൽ dy/dx എന്ന് പറയുന്നത് എന്താണെന്ന് എഴുതാം? y ഇൻറ്റു എന്ത്? കോസ് എക്സ് ഇൻറ്റു കോട്ട് എക്സ് മൈനസ് സൈൻ എക്സ് ഇൻറ്റു ലോഗ് ഓഫ് സൈൻ എക്സ് എന്ന് എഴുതാം. കഴിഞ്ഞ ചോദ്യത്തിൽ പറഞ്ഞു, നമുക്ക് ചോദ്യത്തിൽ y എന്ന് പറഞ്ഞ ആളുണ്ടായിരുന്നില്ല. ഇല്ലാത്ത കാരണം കൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യേണ്ട വരും? നമ്മുടെ ആൻസറിലെ വൈനെ റീപ്ലേസ് ചെയ്യണം. എങ്ങനെയാ റീപ്ലേസ് ചെയ്യാൻ പറ്റുക? സ്റ്റെപ്പ് 1ലേക്ക് പോവാം. സ്റ്റെപ്പ് 1ൽ പോകുമ്പോൾ y is equal to sin x raised to cos x ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്തെന്ന് എഴുതാം? ഫൈനലി dy/dx is equal to yക്ക് പകരം sin x raised to cos x ഇട്ട് കൊടുക്കുന്നു. ബാക്കി എന്താ ഉള്ളത്? ഹോൾ ബ്രാക്കറ്റ് cos x into cot x minus sin x into log of sin x. ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. നമ്മളിന്ന് മെയിൻലി ഡിസ്കസ് ചെയ്തത് ലോഗരിതമിക് ഫംഗ്ഷന്റെ ടൈപ്പ് 1ലെ 2 ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ ഈ 2 ക്വസ്റ്റ്യൻ പഠിക്കുമ്പോൾ ചില കുട്ടികൾക്ക് എളുപ്പമായിട്ട് തോന്നിയിട്ടുണ്ടാവും, ചില കുട്ടികൾക്ക് ഡിഫിക്കൽട്ടായി തോന്നാം. ഡിഫിക്കൽട്ടായി തോന്നുന്ന കുട്ടികൾ ഫസ്റ്റ് എന്ത് ചെയ്യുക? പോയി ചെയിൻ റൂളും പ്രൊഡക്റ്റ് റൂളും ഒക്കെ വ്യക്തമായിട്ട് പഠിക്കുക. അല്ലാത്തവർക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക? ചോദിക്കുക. അപ്പോൾ ഇനി എന്ന് പറയുന്നത് ഇതുമായി ബന്ധപ്പെട്ട് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും നിങ്ങൾക്ക് എന്ത് ചെയ്യാം? വിളിച്ചു ചോദിക്കാവുന്നതാണ്. നിങ്ങൾക്ക് ഈ ക്ലാസ് മനസ്സിലായെങ്കിൽ എന്ത് ചെയ്യുക? തീർച്ചയായും ലൈക്ക് ചെയ്യുക. പിന്നെ അതുപോലെ തന്നെ നിങ്ങളുടെ ഡൗട്ടുകളും കാര്യങ്ങളെല്ലാം ചോദിക്കുക. മറ്റൊരു ക്ലാസ്സിൽ കാണാമെന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി.